ഹലോ, നമുക്ക് പവർ സീരീസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവെർജൻസ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പവർ സീരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഓർ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an x പവർ n ഓർ an x മൈനസ് സി ദ ഹോൾ പവർ n. ഈ ഫോമിലുള്ളതാണ് നമ്മുടെ പവർ സീരീസ്. അവിടെ എക്സിന് നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും ഈ പവർ സീരീസ്, അതായത് നമ്മുടെ കയ്യിലുള്ള സീരീസ് കൺവെർജ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ എവിടെയൊക്കെയാണ് എക്സിൻ്റെ ഏതൊക്കെ വാല്യൂസിനാണ് ഈ പവർ സീരീസ് കൺവെർജ് ചെയ്യുക, അതാണ് നമ്മളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം. സോ അപ്പോൾ കൺവെർജൻസ് ഓഫ് പവർ സീരീസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്. എന്തായാലും ഒരു പോയിന്റിലെങ്കിലും ഒരു പവർ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x പവർ n ഫോമിലുള്ള ഒരു പവർ സീരീസ് ആണ് എങ്കിൽ x ഈക്വൽ ടു 0യിൽ നമുക്ക് അതിലെ കോൺസ്റ്റൻറ്റ് ടേം ഒഴിച്ച് ബാക്കി എല്ലാവരും 0 ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റിലെങ്കിലും ഈ പവർ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. അതുപോലെ ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ an x മൈനസ് സി ദ ഹോൾ പവർ n വെൻ x ഈക്വൽ ടു സി ദിസ് വിൽ കൺവേർജ്. കാരണം x ഈക്വൽ ടു സി ആകുമ്പോൾ x മൈനസ് സി എന്ന് പറയുന്നത് 0 ആകും. സോ അവിടെയും കോൺസ്റ്റൻറ്റ് ടേം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, ബാക്കി എല്ലാവരും 0 ആയി പോയിട്ടുണ്ടാവും. സോ ആ കേസിലും പവർ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. സോ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിലെങ്കിലും ഏത് പവർ സീരീസ് എടുത്താലും അത് കൺവെർജൻ്റ് ആയിരിക്കും എന്നുറപ്പാണ്. അപ്പോൾ കൂടുതലായിട്ട് കൺവെർജൻസ് ഓഫ് പവർ സീരീസിനെ കുറിച്ച് നമ്മളൊരു തിയറം ഇവിടെ കാണുകയാണ്. പ്രൂഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. തിയറം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വി ആർ ഗിവൺ എ പവർ സീരീസ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x മൈനസ് സി ദ ഹോൾ പവർ n. ദെൻ എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. എന്തൊക്കെയാണ് ഇനി പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ തന്നിരിക്കുന്ന പവർ സീരീസ് കൺവേർജസ് ഓൺലി അറ്റ് എക്സ് ഈക്വൽ ടു സി എന്നായിരിക്കും. ചിലപ്പോൾ സിയിൽ മാത്രമേ ഇത് കൺവെർജ് ചെയ്യുന്നുണ്ടാവുള്ളൂ, മറ്റൊരു പോയിന്റിലും കൺവെർജ് ചെയ്യാത്ത അവസ്ഥയുണ്ടാവാം. നമ്മൾ അങ്ങനെയുള്ളത് കാണും. എക്സാമ്പിൾ നമ്മൾ കാണും. നൗ അടുത്ത കേസ് എന്ന് പറയുന്നത്, എല്ലാ പോയിന്റിലും ഈ പവർ സീരീസ് കൺവെർജ് ചെയ്യാം. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x മൈനസ് സി ദ ഹോൾ പവർ n കൺവേർജസ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഏത് റിയൽ വാല്യൂ നമ്മൾ എക്സിന് കൊടുത്താലും പവർ സീരീസ് കൺവെർജ് ചെയ്യുന്ന കേസും വരാം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ കേസുകൾ ഒന്നുകിൽ എക്സ് ഈക്വൽ ടു സിയിൽ മാത്രം കൺവെർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിയൽ ലൈനിലുള്ള എല്ലാ പോയിന്റിലും ഈ പവർ സീരീസ് കൺവെർജ് ചെയ്യാം. ഇത് രണ്ടുമല്ലാത്ത ഒരു കേസിന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ദർ എക്സിസ്റ്റ് സം ആർ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് summation n equal to 0 to infinity an x minus c the whole power n converges for all x element of r such that mod x minus c less than r and diverges for all x satisfying mod x minus c greater than r. എന്താണ് ഈ mod x minus c less than r എന്ന് വെച്ചാൽ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ആക്ച്വലി എക്സും സിയും തമ്മിലുള്ള അകലം എന്താണെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജോമെട്രിക്കലി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് സി. സോ ഇവിടെയാണ് നമ്മുടെ സി എന്ന് വിചാരിക്കുക. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ എന്ന് വെച്ചാൽ സിയും എക്സും തമ്മിലുള്ള അകലം ആറിനേക്കാൾ ചെറുതാവുക. സിയും എക്സും തമ്മിലുള്ള അകലം ആറിനേക്കാൾ ചെറുതാവുക എന്ന് പറയുമ്പോൾ നമുക്ക് സിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും പോകാനാണ് പെർമിഷൻ ഉള്ളത്. സോ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ആർ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ വി വിൽ റീച്ച് അറ്റ് സി പ്ലസ് ആർ. ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ വി വിൽ റീച്ച് അറ്റ് സി മൈനസ് ആർ. ഓക്കെ, അപ്പോൾ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ലൈസ് ബിറ്റ്വീൻ, ഒന്നുകിൽ എക്സ് ഇവിടെ ആവാം അല്ലെങ്കിൽ ഇവിടെ ആവാം. സോ സി മൈനസ് ആറിനും സി പ്ലസ് ആറിനും ഇടയിലാണ് എക്സ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഡിസ്റ്റൻസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ സി മൈനസ് ആർ സി പ്ലസ് ആറിലായിരിക്കുമ്പോൾ പവർ സീരീസ് കൺവേർജ് ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്
അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും സി പ്ലസ് ആർ തുടങ്ങി ഇൻഫിനിറ്റി വരെയും, അതുപോലെ മൈനസ് ഇൻഫിനിറ്റി ടു സി മൈനസ് ആറിലും ഇത് ഡൈവേർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സിനെ പറ്റി മാത്രം ഈ റിസൾട്ടിലൊന്നും പറയുന്നില്ല. അതായത് ഈ സി മൈനസ് ആറിലും സി പ്ലസ് ആറിലും പവർ സീരീസ് കൺവെർജൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, സി മൈനസ് ആർ സി പ്ലസ് ആർ നമ്മുടെ ഈ ഇൻ്റർവെല്ലിൻ്റെ കൺവെർജ് ചെയ്യുന്ന ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സ് ആണ് സി മൈനസ് ആറും സി പ്ലസ് ആറും. ഈ 2 പോയിൻറ്റിലും പവർ സീരീസ് കൺവെർജ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സെപ്പറേറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇതാണ്, ഒന്നുകിൽ എക്സ് ഈക്വൽ ടു സിയിൽ മാത്രം കൺവെർജ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ എക്സിനും കൺവെർജ് ചെയ്യും. അതുമല്ലെങ്കിൽ വി ക്യാൻ ഫൈൻഡ് സം ആർ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഈ സി മൈനസ് ആർ സി പ്ലസ് ആർ എന്നുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ the power series converges, and if the distance between x and c is strictly greater than r, then the power series diverges. When distance from x to c equal to r, we have to check it separately. Okay, അപ്പോൾ എക്സാക്ട്ലി വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹോൾഡ് എന്നുള്ളത് ഷുവർ ആണ്. ഇതാണ് നമ്മളോട് ഈ തിയറം പറയുന്നത്. ഇനി നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഈ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് കൺവെർജ് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകിൽ സിയിൽ മാത്രം, അല്ലെങ്കിൽ ഫുൾ റിയൽ ലൈനിൽ, അതുമല്ലെങ്കിൽ സിയിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഓപ്പൺ ഇൻ്റർവെൽ സി മൈനസ് ആർ സി പ്ലസ് ആർ എന്നുള്ള ഇൻ്റർവെല്ലിൽ കൺവെർജ് ചെയ്യുകയും മൈനസ് ഇൻഫിനിറ്റി ടു സി മൈനസ് ആറും അതുപോലെ സി പ്ലസ് ആർ ടു ഇൻഫിനിറ്റിയും ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ. ആ കേസിൽ ഈ ആർ എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന ഈ ആർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദിസ് പവർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു സി ഗ്രേറ്റർ ദാൻ ആർ ആവുന്ന കേസിൽ, ഗ്രേറ്റർ ദാൻ ആർ ആയിരിക്കുമ്പോൾ ഡൈവേർജ് ചെയ്യുകയും ലെസ് ദാൻ ആർ ആയിരിക്കുമ്പോൾ കൺവെർജ് ചെയ്യുകയും ചെയ്യുന്ന ആ ആർ എന്ന് പറയുന്ന നമ്പർ, അതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ തിയറത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം ഇതാണ്. അതായത് സി ഇവിടെയാണെന്ന് വിചാരിക്കുക, സിയിൽ നിന്ന് ഇവിടെ ഇത് സി പ്ലസ് ടുവും ഇത് സി മൈനസ് വണ്ണുമാണ് എന്ന് കരുതുക. ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ മാത്രം പവർ സീരീസ് കൺവെർജ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതായത് സിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വരെ ലെഫ്റ്റിലേക്ക് പോകുന്നോ അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് റൈറ്റിലേക്കും പോകാൻ പറ്റുക. ഓക്കെ, 2 സൈഡിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കൺവെർജ് ചെയ്യും എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല എന്നാണ് കഴിഞ്ഞ തവണ നമുക്ക് പറഞ്ഞു തന്നത്. സോ ഇതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ലെറ്റ് മീ റബ് ദിസ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെർജസ് ഓൺലി അറ്റ് എക്സ് ഈക്വൽ ടു സി. സി എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇത് കൺവെർജ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വി ഡിഫൈൻ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദിസ് പവർ സീരീസ് ഇസ് ഈക്വൽ ടു 0. നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് അങ്ങനെ. ഇനി അതല്ല, എല്ലാ പോയിൻറ്റ്സിലും കൺവെർജ് ചെയ്യുന്ന കേസാണെങ്കിൽ ആ പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ഇൻഫിനിറ്റി. സോ നിങ്ങൾക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസിലേക്ക് കടക്കുകയാണ്. ഇതൊക്കെ നമ്മളൊന്ന് 2-3 എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടി കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു സിയിൽ മാത്രമാണ് പവർ സീരീസ് കൺവെർജ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസസ് സിംഗിൾട്ടൺ സെറ്റ് സി. വെറുതെ സി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇറ്റ് ഈസ് സിംഗിൾട്ടൺ സെറ്റ് സി, സെറ്റ് സി. ഇനി അതല്ല, എല്ലാ പോയിൻറ്റ്സിലും കൺവെർജ് ചെയ്യുന്ന പവർ സീരീസ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഫുൾ റിയൽ ലൈൻ. ഇനി അടുത്ത കേസ്, തന്നിരിക്കുന്ന പവർ സീരീസ് converges for all x element of R such that mod x minus c less than R
ആൻഡ് ഡൈവർജസ് ഫോർ ഓൾ എക്സ് സാറ്റിസ്ഫൈയിങ് മോഡ് എക്സ് മൈനസ് സി ഗ്രേറ്റർ ദാൻ ആർ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ സി മൈനസ് ആർ സി പ്ലസ് ആർ ആവാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് സി മൈനസ് ആർ ഓപ്പൺ സി പ്ലസ് ആർ ആവാം, അതുമല്ലെങ്കിൽ ഓപ്പൺ സി മൈനസ് ആർ ക്ലോസ്ഡ് സി പ്ലസ് ആർ ആവാം, അതുമല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ സി മൈനസ് ആർ സി പ്ലസ് ആർ ആവാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് സി ആണെന്ന് കരുതുക. സോ സി മൈനസ് ആർ സി പ്ലസ് ആർ എന്നുള്ള ഇൻ്റർവെൽ, ഈ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ സി മൈനസ് ആർ സി പ്ലസ് ആറിൽ ഈ പവർ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കുന്നു ഷുവറാണ്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഓപ്പൺ സി പ്ലസ് ആർ ഇൻഫിനിറ്റിയിലും ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി സി മൈനസ് ആറിലും ഇത് ഡൈവർജൻറ്റുമായിരിക്കും. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ എൻ പോയിൻറ്റ്സിൻ്റെ കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണെന്ന്. സോ ഈ ഓപ്പൺ ഇൻ്റർവെൽ എന്തായാലും, ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് കൺവെർജൻ്റ് ആണ്. ഇനി സി മൈനസ് ആറിലും സി പ്ലസ് ആറിലും പവർ സീരീസ് ഡൈവർജൻ്റ് ആണെങ്കിൽ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഓപ്പൺ ഇൻ്റർവെൽ സി മൈനസ് ആർ സി പ്ലസ് ആർ. അടുത്ത ചാൻസ് എന്ന് പറയുന്നത് സി മൈനസ് ആറിൽ കൺവെർജൻ്റ് ആണ്, സി പ്ലസ് ആറിൽ ഡൈവർജൻ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് ക്ലോസ്ഡ് സി മൈനസ് ആർ ഓപ്പൺ സി പ്ലസ് ആർ ആയിരിക്കും. അടുത്തൊരു കേസ് വരാവുന്നത് സി മൈനസ് ആറിൽ ഡൈവർജൻ്റ് ആണ്, സി പ്ലസ് ആറിൽ കൺവെർജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഓപ്പൺ സി മൈനസ് ആർ ക്ലോസ്ഡ് സി പ്ലസ് ആർ ആയിരിക്കും. ഇനി അതല്ല, സി മൈനസ് ആറിലും സി പ്ലസ് ആറിലും കൺവെർജൻ്റ് ആണെങ്കിൽ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് സി മൈനസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ സി മൈനസ് ആർ സി പ്ലസ് ആർ ആയിരിക്കും. സോ interval of convergence will be any one of these depending on whether the given power series converges at C plus R and C minus R. Okay, ഇനി നമുക്ക് കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ആൻഡ് ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് ഓഫ് ദ പവർ സീരീസ് സിഗ്മ n equal to 0 to infinity n factorial x power n. ഇവിടെ നമ്മൾ പ്രത്യേകം പുതിയ ടെസ്റ്റുകളൊന്നും പഠിക്കുന്നില്ല. മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ടെസ്റ്റാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റൂട്ട് ടെസ്റ്റും ഉപയോഗപ്പെടും. ഇപ്പോൾ ഇവിടെ n പവർ n ഒക്കെ ആയിരുന്നു എക്സ് പവർ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് ആയിരുന്നു കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ n ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഞാനിവിടെ റേഷ്യോ ടെസ്റ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ഐ എം ടേക്കിംഗ് un ആസ് n ഫാക്ടോറിയൽ എക്സ് പവർ n. സോ un പ്ലസ് 1 എന്ന് പറയുന്നത് n പ്ലസ് 1 ഫാക്ടോറിയൽ എക്സ് പവർ n പ്ലസ് 1 ആയിരിക്കും. ദെൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് un പ്ലസ് 1 ബൈ un എന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പവർ n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പവർ n എന്ന് വെച്ചാൽ ഇവിടെ n പ്ലസ് 1 ഫാക്ടോറിയലും n ഫാക്ടോറിയലും കട്ട് ചെയ്താൽ നമുക്ക് ബാക്കി ഉണ്ടാവുക ഒരു n പ്ലസ് 1 ആണ്. എക്സിനാണെങ്കിൽ എക്സ് പവർ n പ്ലസ് 1 മുകളിൽ എക്സ് പവർ n താഴെ, സോ ഒരു എക്സ് മാത്രം ബാക്കിയാകും. ഇനി n പ്ലസ് 1 ഓൾറെഡി പോസിറ്റീവ് ആണ്, അപ്പോൾ അതിന് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ സിമ്പിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എക്സിന് മസ്റ്റായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഇൻറ്റു മോഡ് എക്സ് എന്നുള്ളതാണ് നമുക്കിവിടെ വരുന്നത്. ഇതിൽ n ഉള്ളത് n പ്ലസ് 1 മാത്രമാണ്, മോഡ് എക്സിലില്ല. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് മോഡ് എക്സ് ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1. നമുക്കറിയാം ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ എക്സ് 0 ആകുന്ന കേസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. കാരണം നമുക്കിവിടെ അറിയാം ദിസ് ഈസ് എ പവർ സീരീസ് എബൌട്ട് എക്സ് ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 0യിൽ എന്തായാലും നമ്മുടെ പവർ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. ഇനി എക്സ് നോൺ 0 ആണെങ്കിൽ മോഡ് എക്സും നോൺ 0 ആണ്. സോ സം നോൺ 0 നമ്പർ ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണ് നമുക്കിവിടെ ഉണ്ടാവുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻഫിനിറ്റി.
ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വെൻ എവർ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന പവർ സീരീസ് ഡൈവർജസ് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. കൺവെർജ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0യിൽ മാത്രമാണ്. ആൻഡ് സിൻസ് ദിസ് ഈസ് എ സീരീസ് അബൌട്ട് 0, ഇറ്റ് കൺവേർജസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ നമുക്കിവിടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ പോയിന്റിൽ മാത്രമേ പവർ സീരീസ് കൺവെർജ് ചെയ്യുന്നുള്ളൂ. സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് 0. സോ ശ്രദ്ധിക്കുക, റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇസ് 0, ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് ഇസ് സെറ്റ് 0. ഓക്കെ, സോ അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം നമുക്ക്. Find the radius of convergence and interval of convergence of the power series sigma n equal to 0 to infinity minus 1 to the power n x power 2n by 2n factorial. So ഇവിടെ നമ്മൾ un ആയിട്ട് nth ടേം ജനറൽ ടേം എടുക്കുക, minus 1 to the power n x power 2n by 2n factorial. യു എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എവിടെ എൻ ഉണ്ടോ അതിന് പകരം എൻ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് 1 ടു ദ പവർ എൻ പ്ലസ് 1 എക്സ് പവർ 2 ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എൻ പ്ലസ് 1 ഫാക്ടോറിയൽ. എന്ന് വെച്ചാൽ മൈനസ് 1 ടു ദ പവർ എൻ പ്ലസ് 1 എക്സ് പവർ 2n പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 2n പ്ലസ് 2 ഫാക്ടോറിയൽ. Okay, so what will be limit n tends to infinity absolute value of un plus 1 by un. It is limit n tends to infinity. ഇവിടെ -1 ഒക്കെ ഞാൻ ഒഴിവാക്കുകയാണ്, ബിക്കോസ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ -1ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ -1 ടു ദ പവർ n ആയാലും -1 ടു ദ പവർ n പ്ലസ് 1 ആയാലും അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് 1 ആണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനതിവിടെ ഒഴിവാക്കിയിരിക്കുന്നത് കേട്ടോ. സോ x power 2n plus 2 by 2n plus 2 factorial divided by x power 2n by 2n factorial. It is same as product with 2n factorial by x power 2n. Okay, so x power 2n plus 2 by x power 2n will be x square divided by 2n factorial divided by 2n plus 2 factorial. 2n plus 2 factorial can be written as 2n plus 2 into 2n plus 1 into 2n factorial. So 2n factorial cancel ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2n plus 2 into 2n plus 1. ഓക്കെ, ഇതിൽ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്, അതിനെ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ സിമ്പിളിൻ്റെ ഉള്ളിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി എക്സ് നമുക്ക് പോസിറ്റീവ് ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല. എനിവേ എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് നോൺ നെഗറ്റീവ് ആണ്. സോ ഇനി അബ്സല്യൂട്ട് വാല്യൂ സിമ്പിളിൻ്റെ ആവശ്യം നമുക്കില്ല. So this is x square into limit of 1 by 2n plus 2 into 2n plus 1. ഈ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ബിക്കോസ് ഇവിടെ ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ ഗോസ് ടു ഇൻഫിനിറ്റി ആസ് n tends to infinity. സോ ദിസ് ഇസ് എക്സ് സ്ക്വയർ ഇൻറ്റു 0 വിച്ച് ഇസ് 0. 0 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ആണ്. ഏത് എക്സ് എടുത്താലും ഇവിടെ ഈ ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരുന്നാലും എക്സ് സ്ക്വയർ ഇൻറ്റു 0 എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ 1 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദ ഗിവൺ പവർ സീരീസ് കൺവെർജസ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. എല്ലാ എക്സിനും കൺവെർജൻ്റ് ആണെന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഫിനിറ്റി ആണ്. ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. സോ നമ്മൾ ഒരു പോയിന്റിൽ മാത്രം കൺവേർജ് ചെയ്യുന്ന പവർ സീരീസ് കണ്ടു. അതുപോലെ എല്ലാ റിയൽ നമ്പേഴ്സിലും കൺവേർജ് ചെയ്യുന്ന പവർ സീരീസും കണ്ടു. ഇനി നമുക്ക് പാർഷ്യലായിട്ട് കൺവേർജ് ചെയ്യുന്ന പവർ സീരീസിന് എക്സാമ്പിൾ കാണാം. സോ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആൻഡ് ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ് ഓഫ് ദ പവർ സീരീസ് സിഗ്മ n equal to 0 to infinity x power n by n. So here un equal to x power n by n, un plus 1 is x power n plus 1 by n plus 1. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പവർ സീരീസ് ആണിത്. സോ ലിമിറ്റ് n tends to infinity, absolute value of un plus 1 by un is limit n tends to infinity x power n plus 1 by n plus 1
product n by x power n. X power n plus 1 by x power n is x. Absolute value ൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് mod x. Then n by n plus 1. n ഉം n plus 1 ഉം നോൺ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ absolute value symbol ഇല്ലാതെ തന്നെ എഴുതാൻ പറ്റും. So this is mod x into limit of n by n plus 1. ലിമിറ്റ് ഓഫ് n by n plus 1 1 ആണ്. കാരണം മുകളിലും താഴെയും n-ന് സെയിം പവർ ആണ്. സോ റേഷ്യോ ഓഫ് ദ കോഎഫിഷ്യൻസ് 1 by 1. സോ ലിമിറ്റ് ഓഫ് n by n plus 1 is 1. ആൻഡ് mod x into 1. mod x into 1 is same as mod x. സോ നമുക്ക് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഈ പവർ സീരീസ് കൺവെർജ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് un plus 1 by un എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആകുമ്പോഴേ നമുക്ക് ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുള്ളൂ. സോ ആ ലിമിറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് mod x എന്നാണ്. സോ mod x ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ പവർ സീരീസ് കൺവേർജ് ചെയ്യും. ആൻഡ് ഇറ്റ് ഡൈവേർജസ് ഫോർ mod x ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാണ്. mod x ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ കൺവെർജൻ്റ് ആണ്. mod x ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 1-നും -1-നും ഇടയിലാണ് x എങ്കിൽ കൺവെർജൻ്റ് ആണ്. ദെൻ 1 തുടങ്ങി ഇൻഫിനിറ്റി വരെയുള്ളിടത്തും -∞ തുടങ്ങി -1 വരെയുള്ളിടത്തും ഇത് ഡൈവർജൻ്റ് ആണ്. വാട്ട് റിമെയിൻസ് ഇസ് വി ഹാവ് ടു ചെക്ക് വെദർ ദ ഗിവൺ പവർ സീരീസ് കൺവേർജസ് അറ്റ് -1 ആൻഡ് 1. ഇത് രണ്ടും നമ്മൾ വേറെ ചെക്ക് ചെയ്യണം. സോ അറ്റ് x ഈക്വൽ ടു 1 x ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പവർ സീരീസ് ഇതാണ്. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി x പവർ n ബൈ n എന്നുള്ളതാണ് നമ്മുടെ പവർ സീരീസ്. അതിൽ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ n. ഇത് നമ്മുടെ ഹാർമോണിക് സീരീസ് ആണ്. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദിസ് ഇസ് ഡൈവേർജൻറ്റ്. സോ എക്സ് ഈക്വൽ ടു 1-ൽ പവർ സീരീസ് ഡൈവർജൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഡൈവർജൻ്റ് ആണ്. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു -1 കൊടുത്ത് നോക്കാം. എക്സ് ഈക്വൽ ടു -1 കൊടുത്താൽ വി വിൽ ഗെറ്റ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 ടു ദ പവർ n ബൈ n. ഇത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. ഇത് കൺവെർജൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു -1-ൽ കൺവെർജ് ചെയ്യും, എക്സ് ഈക്വൽ ടു 1-ൽ കൺവെർജ് ചെയ്യുന്നില്ല. സോ നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് നേരത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. r ഈക്വൽ ടു 1 എന്നുള്ളതാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ്. ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -1 ഉണ്ട്. അതുകൂടാതെ -1-ലും കൂടി പവർ സീരീസ് കൺവെർജൻ്റ് ആണ്. സോ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ്ഡ് -1 1. ഓക്കെ, സോ മൂന്നാമത്തെ കേസിൽ വരുന്ന ഒരു പവർ സീരീസും നമ്മൾ കണ്ടു. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇതിപ്പോൾ പവർ സീരീസ് അബൌട്ട് x ഈക്വൽ ടു 0 ആയിരുന്നില്ലേ. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ വരുന്ന ഒരെണ്ണം നോക്കാം. ഇവിടുത്തെ സീരീസ് ഇതാണ്. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി x - 2 ദ ഹോൾ പവർ n ബൈ n സ്ക്വയർ 3 പവർ n. സോ un is the general term x - 2 the whole power n n square 3 power n. un plus 1 എന്ന് പറയുമ്പോൾ n ഉള്ളിടത്തെല്ലാം n plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x - 2 പവർ n plus 1 ഡിവൈഡഡ് ബൈ n plus 1 സ്ക്വയർ 3 പവർ n plus 1. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് un plus 1 ബൈ un എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് un plus 1-ൻ്റെ എക്സ്പ്രഷൻ പ്രൊഡക്റ്റ് വിത്ത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ un ആണ്. ഡിവൈഡഡ് ബൈ un ചെയ്യാനായിട്ട് un-ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ പ്രൊഡക്റ്റ് വിത്ത് n സ്ക്വയർ 3 പവർ n ഡിവൈഡഡ് ബൈ x - 2 ദ ഹോൾ പവർ n. ദെൻ x - 2 ദ ഹോൾ പവർ n plus 1 ബൈ x - 2 ദ ഹോൾ പവർ n ഇസ് x - 2. ഓക്കെ, അത് അബ്സല്യൂട്ട് വാല്യൂൻ്റെ ഉള്ളിലായതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 2. ദെൻ ഇവിടെ നമുക്കൊരു 3 പവർ n ഉണ്ട്. ഇവിടെ 3 പവർ n plus 1 ഉണ്ട്. ദെൻ വി വിൽ ഗെറ്റ് ബൈ 1/3. ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ 1/3. സോ ബൈ 3. ഓക്കെ, ഇനി എന്താ ഉള്ളത്?
here we have an n square, here we have n plus 1 the whole square. So n square by n plus 1 the whole square is same as n by n plus 1 the whole square. ഇതിലിപ്പോൾ n ഉള്ളത് ഈ ഒരു ടേമിലാണ്, n by n plus 1 the whole സ്ക്വയറിലാണ്. എക്സ് മൈനസ് 2 ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n, 3 ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n. സോ നമുക്കത് സ്കെയിലാർ എന്നുള്ള രീതിയിൽ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 2 by 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n by n plus 1 the whole square. ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? മുകളിൽ എന്നിൻ്റെ മാക്സിമം പവർ വരാൻ പോകുന്നത് n സ്ക്വയർ, താഴെയും n സ്ക്വയർ. സോ റേഷ്യോ ഓഫ് കോഎഫിഷ്യൻറ്റ്സ് 1/1. സോ ദിസ് വിൽ ബി 1. സോ മോഡ് എക്സ് മൈനസ് 2 by 3 എന്നാണ് നമുക്കിവിടെ ലിമിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി പവർ സീരീസ് കൺവെർജൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമുക്ക് ഈ ലിമിറ്റ് ലെസ് ദാൻ 1 ആവണം. മാത്രമല്ല ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവർജൻ്റ് ആവുകയും ചെയ്യും. സോ ഐ ക്യാൻ സേ ദാറ്റ് the given power series converges for all x satisfying mod x minus 2 by 3 less than 1 and diverges for all x such that mod x minus 2 by 3 greater than 1. ഇനി mod x minus 2 by 3 less than 1 എന്നുള്ള ഇനീക്വാലിറ്റി രണ്ട് സൈഡും നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ഇറ്റ് കൺവേർജസ് ഫോർ ഓൾ എക്സ് ഫോർ വിച്ച് mod x minus 2 less than 3 and diverges for all x for which mod x minus 2 greater than 3. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് ഇൻ്റർവൽ ഓഫ് റേഡിയസ് ഓഫ് കൺവെർജൻസ് കിട്ടിക്കഴിഞ്ഞു. റേഡിയസ് ഓഫ് കൺവെർജൻസ് വിൽ ബി 3. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 3 ഗ്രേറ്റർ ദാൻ 3 എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് എ പവർ സീരീസ് അബൌട്ട് 2. സോ ഇതാണ് 2 എന്ന് വിചാരിക്കാം. 2 എക്സും 2ഉം തമ്മിലുള്ള അകലം 3ലും കുറവായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 3. അപ്പോൾ എനിക്ക് 2വിൽ നിന്ന് 3 ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും 3 ഡിസ്റ്റൻസ് റൈറ്റിലേക്കും പോകാനുള്ള പെർമിഷൻ ഉണ്ട്. സോ 3 ഡിസ്റ്റൻസ് ഞാൻ റൈറ്റിലേക്ക് പോയാൽ ഞാനിവിടെ എത്തുന്നത് 5 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിലോ, ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഐ വിൽ റീച്ച് അറ്റ് -1. സോ ഓപ്പൺ ഇൻ്റർവൽ -1 5 എന്ന് പറയുന്നിടത്ത് നമുക്ക് തന്നിരിക്കുന്ന പവർ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കും. ഇനി 5 ടു ഇൻഫിനിറ്റി ഓപ്പൺ 5 ഇൻഫിനിറ്റിയിലും -∞ ഓപ്പൺ -1ലും തന്നിരിക്കുന്ന പവർ സീരീസ് ഡൈവർജൻ്റ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, -1 ടു -∞ ടു -1ഉം 5 ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സ് -1ഉം 5ഉം ആണ്. സോ നമ്മളിനി എക്സിന് -1 ഇട്ട് കൊടുക്കണം, 5 ഇട്ട് കൊടുക്കണം. എന്നിട്ട് കിട്ടുന്നത് കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1 നമുക്ക് നമ്മുടെ കയ്യിലുള്ള പവർ സീരീസ് എന്താണെന്ന് ആലോചിക്കുക. സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity x minus 2 the whole power n by n square 3 power n. ഇതിൽ എക്സിന് പകരം -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. സോ വി വിൽ ഗെറ്റ് -1 - 2 ഹോൾ പവർ n, അതായത് -3 പവർ n. ഓക്കെ, -3 പവർ n by n സ്ക്വയർ ഇൻറ്റു 3 പവർ n. So 3 power n cancel ചെയ്യും. What remains is this. Summation n equal to 1 to infinity -1 to the power n by n square എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം കൺവെർജൻ്റ് ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ an എന്ന് പറയുന്നത് 1/n² ആണ്. ഓക്കെ, an + 1 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു an. അതുപോലെ ലിമിറ്റ് ഓഫ് a എന്ന് പറയുന്നത് 0 ആണ്. സോ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സീരീസ് കൺവെർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു -1ൽ നമ്മുടെ പവർ സീരീസ് കൺവെർജൻ്റ് ആണ്. സോ -1 ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻ്റർവൽ ഓഫ് കൺവെർജൻസ്. ഇനി ഒരു പോയിന്റ് ബാക്കിയുണ്ട്, എക്സ് ഈക്വൽ ടു 5. സോ നമ്മളിനി എക്സ് ഈക്വൽ ടു 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 - 2 the whole power n, അതായത് 3 power n by n square into 3 power n.
3 power n ക്യാൻസൽ ചെയ്യും. വാട്ട് റിമൈൻസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n². ഇത് നമുക്കറിയാം പി സീരീസ് ആണ് വിത്ത് പി ഈക്വൽ ടു 2. അപ്പോൾ പി ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ്, അതുകൊണ്ട് ഈ പി സീരീസ് കൺവെർജൻ്റ് ആണ്. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 5ലും തന്നിരിക്കുന്ന പവർ സീരീസ് കൺവെർജ് ചെയ്യും. സോ ഇവിടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കിട്ടിക്കഴിഞ്ഞു അത് r ഈക്വൽ ടു 3 ആണെന്നുള്ളത്. ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് ഓൾറെഡി -1 to 5 ഓപ്പൺ ഇൻ്റർവെൽ -1 to 5 പവർ സീരീസ് കൺവെർജൻ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടി -1ലും കൺവെർജൻ്റ് ആണ്, 5ലും കൺവെർജൻ്റ് ആണ്. സോ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് വിൽ ബി ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 5. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പോൾ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആകും. സോ ദീസ് ആർ യുവർ ഹോംവർക്ക്സ്. 3 പ്രോബ്ലമേ ഉള്ളൂ. ഹോംവർക്ക് നന്നായിട്ട് ചെയ്യാം. അതോടുകൂടി നിങ്ങൾ ഈ പഠിച്ച തിയറി മുഴുവനും മനസ്സിൽ നന്നായിട്ട് ഉറക്കുകയും ചെയ്യും.